CPM എപ്പോഴും ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം ഇങ്ങനെയല്ലേ. അവരുടെ ഒരു വിഷയം വരുമ്പോൾ അവർക്കനുസരിച്ച രീതിയിൽ അവർ സംസാരിക്കും. വേറൊന്ന് വരുമ്പോൾ അതിനനുസരിച്ച് സംസാരിക്കും. ഇത് കൊലപാതകം ചെയ്തിട്ട് ഞങ്ങൾ കൊലപാതകികളല്ല, ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയും. അതിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കും. അതിനെ എന്നിട്ട് ന്യായീകരിക്കും. ഇതാണ് CPM-ഉം CPM-ൻ്റെ പത്രവും അതുപോലെ തന്നെ ചാനലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതല്ലേ. അതുകൊണ്ട് CPM-ന് ഒരു തത്വം, ബാക്കിയുള്ളവർക്ക് വേറൊരു തത്വം എന്നുള്ള സമീപനമാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കൊല ചെയ്യിപ്പിക്കും, യഥാർത്ഥ പ്രതികളെ കൊടുക്കില്ല, അവരുടെ ഈ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ചു നിർത്തും, അവരെ പിന്നെയും കൊലയ്ക്ക് വിടും, അല്ലെങ്കിൽ അവരെ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി വിടും. ഇങ്ങനെ CPM കലാപം ഈ ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കലാപഭൂമിയായി മാറ്റുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായത് ഇലക്ഷൻ്റെ സമയത്താണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ് പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടത്. അതിപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും വന്നു. ഇത് നമ്മൾ പിടിക്കപ്പെട്ടു പോയി ഈ ബോംബ് സ്ഫോടനം നടന്നു പോയത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഈ ഉണ്ടാക്കിയ ബോംബുകളൊക്കെ ഉപയോഗിക്കപ്പെടുമായിരുന്നു. കലാപം സൃഷ്ടിക്കാൻ തന്നെയാണ് ജില്ലയിൽ CPM ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. രാവിലെ കേന്ദ്രത്തിലും പറഞ്ഞത് കണ്ണൂരിലെയും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലെയും എല്ലാ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇനി കോൺഗ്രസിന് പോകേണ്ടുന്നൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കടന്നു ചെല്ലേണ്ടി നമ്മുടെ സമാധാനത്തിന് അല്ലെങ്കിൽ ഭൂമനിർമ്മാണമൊക്കെ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി ഗ്രാമങ്ങളെ നിയന്ത്രിക്കാൻ കോൺഗ്രസ് എന്നുള്ള രീതിയിൽ ഒരു പ്രതിരോധം, അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ സമാധാനം നിലനിർത്താൻ, കണ്ണൂരിൻ്റെ ബോംബ് രാഷ്ട്രീയത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്കിപ്പോൾ ബോംബ് നിർമ്മിക്കാൻ കഴിയില്ല. നമുക്ക് അക്രമം കൊണ്ട് തന്നെ നേരിടാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. സമാധാനം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയ ശക്തിയോടുകൂടി ഇതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരും. ഒരു സംശയവുമില്ല. കാരണം ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ ബോംബ് പൊട്ടി മരിക്കുന്നവരുടെ മാത്രമല്ല, അവിടെ മറ്റ് ജനങ്ങളുണ്ട്. അവർ ഭീതിയോടുകൂടിയാണ് നിൽക്കുന്നത്. ഒരു കാലത്ത് പാനൂരും പരിസരങ്ങളിലും എന്തായിരുന്നു അവസ്ഥ? അവിടെ നിന്ന് കല്യാണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അന്ന് ആ CPM-ഉം BJP-യും തമ്മിലുള്ള സംഘടനത്തിൽ അവിടെ സംഭവിച്ചു. ആ പാനൂരെന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ ഞെട്ടിവിറക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ണൂരെന്ന് കേൾക്കുക. അതിനൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ വരുന്നു. അത് മാത്രമല്ല, ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് മാത്രമല്ലല്ലോ, ഈ ഉന്നതരായ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിനെ ന്യായീകരിച്ച് അവർക്ക് വേണ്ട സഹായം എത്തിക്കുന്നത് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഈ പറഞ്ഞ ഈ പാനൂർ ബോംബ് സ്ഫോടനം, ജയരാജൻ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ നമുക്ക് ബന്ധമില്ലാന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മാരകമായി പരിക്കേറ്റ് എറണാകുളം ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളെ എന്തിനാണ് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നത്? അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ അവർക്ക് ബന്ധമുണ്ടെന്ന്. ഇപ്പോൾ ജയരാജ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ബന്ധമില്ല, മറ്റേ ചെറ്റക്കണ്ടിയിൽ നടന്നതിന് ബന്ധമുണ്ട്, പാർട്ടിക്കാരാണ്. പക്ഷേ ഇത് പാനൂരിൽ നടന്നത് അല്ല എന്നല്ല ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തിന് പാനൂരിൽ ആ ബോംബ് സ്ഫോടനത്തെ പരിക്കേറ്റ ആളെ തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നത് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ആശുപത്രിയാണത്. അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി, ഇനി 5 വർഷം കഴിയുമ്പോൾ ഇവർക്കും ഇതേപോലെ ജനങ്ങളാൽ പിരിവെടുത്തുകൊണ്ട് ഞങ്ങളിതാ ഇവിടെ സ്തൂപം സ്ഥാപിക്കുന്നു, രക്തസാക്ഷി മണ്ഡപം സ്ഥാപിക്കുന്നു എന്നുള്ള വാർത്ത 5 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമാധാന അന്തരീക്ഷം കണ്ണൂരിൽ നിലനിർത്താൻ കോൺഗ്രസ് മുൻപ് ഒരുപാട് യോഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ഒരു മുൻകൈ നമ്മളെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും എടുക്കേണ്ടതല്ലേ? കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കുമോ? ഉറപ്പായിട്ടും. നമ്മൾ ഈ ബോംബ് സ്ഫോടനം പാനൂരുണ്ടായ സമയത്ത് നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ വന്ന് അതിന് നേതൃത്വം കൊടുത്തിരുന്നു. VD സതീശൻ അവിടെ ഈ നമ്മുടെ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെയൊക്കെ പേരിൽ അവിടെ ഉപവാസ സമരം നടത്തിയിരുന്നു. സമാധാന സന്ദേശ യാത്ര നടത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ജില്ലയിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ഒരു സമാധാന സന്ദേശം നമുക്ക് നടത്തണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിന് CPM വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ജില്ലയിലെ നിലനിന്ന് വരുന്ന സമാധാന അന്തരീക്ഷം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ്ടും CPM-ൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പോടുകൂടി വീണ്ടും അക്രമ
സംഭവങ്ങളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് അതിനെ സമാധാനപരമായി നേരിടുവാൻ വേണ്ടിയുള്ള ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അതിന് നേതൃത്വം കൊടുക്കും.